നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രം ലോകപ്രസിദ്ധമാണല്ലോ. ഇവിടുത്തെ പല ആചാര അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തവും വലിയ കൗതുകവുമാണ്. ഒന്ന്, വെടിക്കെട്ടില്ലാത്ത ഉത്സവം. രണ്ട്, നൂറുകണക്കിന് ആനകൾ സ്വന്തമായി ഉണ്ടായിട്ടും ഗുരുവായൂരപ്പന്റെ ഒന്നാം ഉത്സവ ശീവേലിക്ക് ആനയില്ല. മൂന്നാമതായി, ഉത്സവങ്ങൾക്ക് മറ്റു ക്ഷേത്രങ്ങളിൽ ഗംഭീര സദ്യ വിളമ്പുമ്പോൾ ഇവിടെ കഞ്ഞിയും പുഴുക്കുമാണ് വിളമ്പുക. നാലാം കൗതുകം, ഉത്സവത്തിന്റെ രണ്ടാം ദിനം അത്താഴപൂജ കഴിഞ്ഞാൽ നാലമ്പലത്തിന് പുറത്ത് വടക്കേ നടയിൽ പഴുക്കടയ്ക്ക മന്ദിരത്തിൽ ഭഗവാൻ എഴുന്നള്ളിയിരിക്കും. ഇനി അഞ്ചാമതായി, ഉത്സവം മകം നാളിൽ ഭഗവാൻ തന്നെ ഒരു ഭക്തന്റെ ശ്രാദ്ധമൂട്ടുന്ന ചടങ്ങുണ്ട്. ഭഗവാൻ നേരിട്ട് ഭക്തന്റെ ശ്രാദ്ധമൂട്ടുന്നത് കൗതുകവും ആദരവും തന്നെയാണ്. ആറാമതായി, ഉത്സവക്കഞ്ഞി. ഇടിച്ചക്ക, മുതിരപ്പുഴുക്ക്, ഒപ്പം പപ്പടം, നാളികേരക്കൊത്തും ശർക്കരപ്പൊട്ടും പാളപാത്രത്തിൽ പ്ലാവില കൊണ്ട് കഞ്ഞി കുടിക്കാൻ ദിനംപ്രതി എത്തുന്നതോ 1,00,000 പേരിലധികം. ഏഴാം കൗതുകം, ഉത്സവം 9-ാം ദിനം പള്ളിവേട്ട. പന്നിമാനുഷങ്ങളുണ്ടോ എന്ന ക്ഷേത്രകഴകം പിഷാരടിയുടെ ചോദ്യത്തോടെയാണ് തുടക്കം. വിവിധ മൃഗവേഷങ്ങളിലെത്തുന്ന ഭക്തരുടെ 9-ാം പ്രദക്ഷിണത്തിൽ ഭഗവാൻ പന്നിയെ കീഴടക്കുന്നു. ഇനി 8, ഭഗവാൻ പുറത്തേക്കെഴുന്നള്ളി തീർത്ഥക്കുളത്തിന്റെ വടക്ക് ഭാഗത്തെത്തുമ്പോൾ വാദ്യങ്ങൾ നിശബ്ദമാകും. ശോക അന്തരീക്ഷം. കാരണം ഏറെക്കാലം മുമ്പ് ഒരു ആറാട്ട് ദിനത്തിൽ അവിടെ വെച്ച് കൊല്ലപ്പെട്ട ഗുരുവായൂരപ്പന്റെ ഉത്തമ ഭക്തനായ നമ്പീശന്റെ ഓർമ്മയ്ക്ക് മുന്നിലുള്ള ആദരവാണത്. കീഴ്ജാതിക്കാർ നൽകുന്ന ഇളനീർ സ്വീകരിച്ച് പ്രദർശനം പൂർത്തിയാക്കുന്നു. ജാതീയ ഉച്ചനീചിത്വങ്ങൾ മനുഷ്യസൃഷ്ടി മാത്രമാണെന്ന ഏറ്റവും വലിയ സത്യവെളിപാട്. ഇനിയും ഏറെയുണ്ട് ഗുരുവായൂർ ക്ഷേത്രാചാരങ്ങളെക്കുറിച്ച് പറയാൻ. അത് മറ്റൊരിക്കലാകാം. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.